ലൈറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. ആ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഇന്റീരിയർ ചെയ്യുന്ന ഒരു സൈറ്റിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരിക എന്നല്ല വേണ്ടത്. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇതിന്റെ ഫിനിഷ് ആയിട്ട് വരുമ്പോൾ ഇത് ഗ്ലോസി ആണ് വരുന്നത്. കണ്ടില്ലേ, മൈക്ക ഇങ്ങനെ പൊട്ടുന്ന മെറ്റീരിയലാണ് മൈക്ക എന്ന് പറഞ്ഞാൽ. അകത്ത് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. WPC മെറ്റീരിയലാണ്. ബ്രാൻഡ് ഏതെന്ന് നമ്മൾ പറയുന്നില്ല. വോളിൽ അടിക്കുമ്പോൾ ഒരിക്കലും പ്ലൈവുഡ് അടിക്കരുത് കേട്ടോ, കാരണം സ്ക്രൂ പോയി കല്ലിൽ ഹിറ്റ് ചെയ്ത് ചെതലിനെ വിളിച്ചു വരുത്തും. ഇതാണ് കേട്ടോ ബെഡ് കോട്ട്. പക്ഷെ ഈ ഒരു ആംഗിൾ നിങ്ങൾ ഒരിക്കലും ബെഡ് കോട്ട് കണ്ടിട്ടുണ്ടാവില്ല. എഡ്ജിനൊക്കെ പ്രശ്നം വരാതിരിക്കാനൊക്കെ എഡ്ജിലേക്ക് മടക്കി ഒട്ടിക്കുന്ന രീതിയിലുള്ള ലാമിനേറ്റ്സ് വരുന്നുണ്ട്. ഇതിന് വരുമ്പോൾ ഏകദേശം 1000 റേഞ്ചിലാണ് റേറ്റ് എങ്കിൽ PVCക്ക് അതിന്റെ ഇരട്ടി പ്രൈസ് വരുന്നുണ്ട് മാർക്കറ്റിൽ. അടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, രണ്ട് സൈഡിലേക്കും തിക്നെസ് വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഹൈറ്റ് ഇവിടെ ചെയർ ഇടൽ അപ്പുറത്തായതുകൊണ്ട് ഇതിന് പ്രൊജക്ഷൻ ഇല്ല. ഈ ബെഡ് കോട്ട് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിലുണ്ട് കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം തട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് WPC അല്ലെങ്കിൽ PVC. 10 ഇഞ്ച് കനത്തിനുള്ളിലേക്ക് തള്ളിയിട്ടാണ് ഈ ഒരു ഏരിയകളൊക്കെ കൊടുത്തിട്ടുള്ളത്. മാട്രസ് സാഗ് ചെയ്യാനും അതുപോലെ സ്ട്രെച്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പും കൂടെ നിങ്ങൾ കണ്ടിട്ട് 1 ഇഞ്ച് കൂടെ കണ്ടിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാം. WPCയിലേക്ക് വരുമ്പോൾ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും, PVCയിലേക്ക് വരുമ്പോൾ അതിലും കുറയും. ഇതുപോലുള്ള യൂണിറ്റുകളാട്ടോ. സ്ലൈഡിങ് വാർഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്റീരിയർ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇന്റീരിയർ ചെയ്യുന്ന ഒരു സൈറ്റിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരിക എന്നല്ല വേണ്ടത്. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ പ്രധാനപ്പെട്ടതായ കിച്ചണിൽ വരുമ്പോൾ ഉണ്ടാവുന്ന സംശയങ്ങളല്ലേ. കിച്ചൺ എങ്ങനെ ചെയ്യണം, ഏത് ഹൈറ്റിൽ ചെയ്യണം, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ അല്ലേ. ഇതൊരു അടിപൊളി സിമ്പിൾ ചെറിയ കിച്ചൺ ആട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഫിനിഷ് ചെയ്തില്ല, സിങ്ക് ഒന്നും വെച്ചിട്ടില്ല. അതുപോലെ ഡ്രോവറുകളൊക്കെ സെറ്റ് ചെയ്തു, ഡോർ സെറ്റ് ചെയ്തു. അതുപോലെ ഇതിന്റെ കളറൊക്കെ ഈ ലാമിനേറ്റ്സ് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിലേ ഈ കവറൊക്കെ റിമൂവ് ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐഡിയ എല്ലാവർക്കും വേണം. അടിപൊളിയായിട്ടുള്ള കൗണ്ടർ ടോപ്പ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതുപോലെ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ക്രോക്കറി ഷെൽഫ് ഗ്ലാസ്സിന് സെറ്റ് ചെയ്യണം. ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ആദ്യം നോക്കാം. ഈ കാണുന്ന കൗണ്ടർ നേരെ ഒരു എൻട്രൻസ് ആണ്. ഈ കാണുന്ന ഹാളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഫ്രെയിം, വുഡൻ ഫ്രെയിം ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം സെയിം ആണ്. മൈക്ക ഫിനിഷ് അല്ലെങ്കിൽ ലാമിനേറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഈ ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന മെറ്റീരിയൽ. ഇതാണല്ലേ വുഡൻ ഗ്രെയിൻസ് ആണ്. ഇതിന്റെ കോഡ് എന്താണ് എന്നൊക്കെ കമന്റിൽ സാധാരണ വരേണ്ട ചോദ്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നേരെ ഇതന്നെ അങ്ങ് കാണിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന കൗണ്ടർ നല്ല തേക്ക് വുഡ് ഫിനിഷിലാട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം വരുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ഔട്ടർ ഫിനിഷ് അല്ലേ, അകത്ത് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. WPC മെറ്റീരിയലാണ്. ബ്രാൻഡ് ഏതെന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് ഒരു U ഷേപ്പ്, അത് L ഷേപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഫ്രെയിമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവന്നു. ഇതിന്റെ ഹൈറ്റ്, അടുത്ത ചോദ്യം, എത്ര ഹൈറ്റിൽ കൊടുക്കണം? 110 ആണ് സാധാരണ കൊടുക്കുന്ന ഹൈറ്റ്, അതായത് 1 മീറ്റർ 10 സെന്റിമീറ്റർ. ആ വീട്ടുകാരുടെ ഹൈറ്റിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് കൊടുക്കാം. അതുപോലെ കൗണ്ടർ ടോപ്പിൽ വ്യത്യസ്ത മെറ്റീരിയൽ വരും. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫുൾ ബോഡി ടൈലുകളാട്ടോ. അതുപോലെ ഗ്രാനൈറ്റ് ടോപ്പുകൾ കൊടുക്കാറുണ്ട്, നാനോ വൈറ്റ് കൊടുക്കാറുണ്ട്, കോർഡ്സ് കൊടുക്കാറുണ്ട്. ഡിഫറെന്റ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ ഈ ലാമിനേറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റൈലിലേക്കാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഹൈറ്റ്, ഇത് എന്തിനാന്ന് വെച്ചാൽ ഹൈ ചെയർ വരണ്ട, വലിയ ചെയറുകൾ വരേണ്ട ഒരു ഏരിയ കേട്ടോ. നമ്മുടെ കാല് ഇവിടെ ഹിറ്റ് ചെയ്യാതിരിക്കാൻ ഇവിടെ ഹിറ്റ് ചെയ്യാതിരിക്കാൻ ഇത് ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് കൊടുക്കാറുള്ളത്. 1.5 അടിയെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു നമ്മളതിൻ്റെ പർപ്പസ് നടക്കും, ഉപയോഗം നടക്കും. കണ്ടില്ലേ, കറക്റ്റ് മെഷർ ഒന്ന് കാണിച്ച് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ 1 മീറ്റർ ഇവിടെ വന്നു. 1.6 ആണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ 1.8 വരെ വരും. ആ വീട്ടുകാരുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം, കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ചെയർ, ഹൈ ചെയർ വാങ്ങുമ്പോഴും പല ഹൈറ്റുള്ളത് ഇന്ന് മാർക്കറ്റിലുണ്ട്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതുണ്ട്. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുറച്ച് WPC ലൂവേഴ്സ് വന്നിരിക്കുകയാണ്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ WPC ലൂവർ, സിമ്പിൾ ആയിട്ടുള്ള ലൂവർ, 6 ഇഞ്ചിന്റെ ലൂവർ ആണ്. ഈ 6 ഇഞ്ചിന്റെ ലൂവർ 2 3 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിസൈനുകൾ കൊണ്ടുവരാൻ ഇവിടെ ഒരു 8 ഫീറ്റ് വരുന്ന ലൂവർ വാങ്ങി പീസ് ആക്കിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്.
അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയില്ലേ. ലൈറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. ആ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ, അതുകൂടെ കൊടുത്താൽ ഈ ഒരു കൗണ്ടർ അടിപൊളിയായില്ല. അപ്പൊ വീട്ടില് ഇന്റീരിയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കിച്ചണിൽ ഇതുപോലുള്ള കൗണ്ടർ ടോപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു യൂണിറ്റ്, ബാർ യൂണിറ്റ് കൊടുക്കുക. ഇത് നല്ല ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്താൽ അടിപൊളിയാവും കേട്ടോ. ഇവിടെ തന്നെ അടുത്ത് വരാനുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ വീടുകളിൽ കാണുന്ന ഒരു സംഭവം ഇതുപോലുള്ള ക്രോക്കറി ഷെൽഫുകളാട്ടോ. വലിയ ഷെൽഫുകൾ കൊടുക്കും. ഇതിന് ഹാൻഡിൽ ഫ്രീ ആയിട്ടാണ് പലരും കൊടുക്കാറുള്ളത്. ഹാൻഡിൽ ഉള്ളത് നല്ലതാണ്. അതുപോലെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ്, സിംഗിൾ ലൈറ്റ്, ഗ്ലാസ് ആണെങ്കിൽ സിംഗിൾ ലൈറ്റിൽ പാസ് ചെയ്യാം. അതുപോലെ നല്ല ക്രോക്കറി കൊടുത്ത അടിപൊളിയായി. ഇതിൽ കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ഇതേ മൈക്ക ഫിനിഷ് തന്നെയാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് നേരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അടയുന്ന രീതിയിൽ. ഇത് ഇന്റീരിയറിൽ ഫുൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്യും. ലാബേഴ്സ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് അലൂമിനിയം ഫ്രെയിം ചെയ്യുന്ന ടീമുകളാട്ടോ ഇതൊക്കെ ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വീടുകളിൽ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് കൊടുക്കുക. പക്ഷെ കിച്ചൺ ഇതുവരെ പറഞ്ഞില്ലല്ലോ. കിച്ചൺ ഈ കാണുന്നതാണ്. സിമ്പിൾ കിച്ചൺ ആണ്. മിക്ക വീടുകളിലും വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഏരിയകൾ ഉണ്ടാവും. ഇവിടെ കിച്ചണിൽ ഇതേപോലെ കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങളെ ശ്രദ്ധ പോയിട്ടുണ്ട് ഹൈ ആയിട്ടുള്ള ഡോറുകളാണ്. ഇതുപോലെ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ എന്തായാലും നമുക്ക് വീട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹൈറ്റ് ഈ കാണുന്ന ഹൈറ്റ് ആണ്. ഈ ഹൈറ്റിന് മേലെ വരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലാഡർ അവിടെ സ്റ്റോർ റൂമിലോ പുറത്തോ അല്ലെങ്കിൽ അകത്ത് കീപ്പ് ചെയ്യാനുള്ള ഒരു ലാഡർ കീപ്പ് ചെയ്യണമെന്ന് അതിൻ്റെ കൂടെ എടുത്ത് പറയുകയാണ്. ഈ കാണുന്നതെല്ലാം ലാമിനേറ്റ്സ് ആണ്. നല്ല ഗ്രീൻ ടച്ച് വരുന്ന ലാമിനേറ്റ്സ് ആണ്. ഈ ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാട്ടോ ഇവിടെയൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് ലാമിനേറ്റ്സ്. 1 mm ലാമിനേറ്റ് ആണ്. അതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടില്ലേ? ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒന്ന് കാണിച്ചേ, കണ്ടില്ലേ? ഈ രീതിയിലാണ് ഇതിൻ്റെ ഫിനിഷായിട്ട് വരുമ്പോൾ ഇത് ഗ്ലോസി ആണ് വരുന്നത്. ഈ കാണുന്ന മൈക്കകളെല്ലാം ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. ഇത് കണ്ടില്ലേ? മൈക്ക ഇങ്ങനെ പൊട്ടുന്ന മെറ്റീരിയലാണ് മൈക്ക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് PVC ലാമിനേറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ എഡ്ജിനൊക്കെ പ്രശ്നം വരാതിരിക്കാനൊക്കെ എഡ്ജിലേക്ക് മടക്കി ഒട്ടിക്കുന്ന രീതിയിലുള്ള ലാമിനേറ്റ്സ് വരുന്നുണ്ട്. ഇതിന് വരുമ്പോൾ ഏകദേശം 1000 റേഞ്ചിലാണ് റേറ്റ് എങ്കിൽ PVCക്ക് അതിൻ്റെ ഇരട്ടി പ്രൈസ് വരുന്നുണ്ട് മാർക്കറ്റിൽ. പക്ഷെ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ കണ്ട WPC അല്ല, ഇതിനകത്ത് വന്നിരിക്കുന്നതെല്ലാം ഇതുപോലുള്ള 3 ലെയർ ആയിട്ടുള്ള PVC ബോർഡാട്ടോ. 3 ലെയർ എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ എല്ലാ ബ്രാൻഡിലും ഉണ്ട്. ഇതാണ് PVC ബോർഡിന്റെ കണ്ടന്റ് എങ്കിൽ 2 സൈഡിലും വൈറ്റ് ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഒരു ലാമിനേറ്റോട് കൂടി വരുന്നത്. ഒന്ന് അടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 സൈഡിലേക്കും തിക്നെസ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഈ രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വരിക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ മൈക്ക ഒട്ടിക്കാതെ രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. ലോങ് ആയിട്ടുള്ള ഏരിയകൾക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ മൈക്ക കൊടുത്തില്ലെങ്കിൽ ബെൻഡിന് ചാൻസ് ഉണ്ട്. ചെറിയ ഏരിയകൾക്കൊന്നും കൊടുക്കണമെന്നില്ല കേട്ടോ. ഇവിടുത്തെ എല്ലാ കൗണ്ടറുകളും കൊടുത്തുകൊണ്ടിരിക്കുക. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡിയിൽ 45 എഡ്ജ് കൊടുത്ത് നല്ല ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈല് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് പർട്ടിക്കുലർ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഹൈറ്റ് ഇവിടെ ചെയർ ഇടാൻ അപ്പുറത്തായതുകൊണ്ട് ഇതിന് പ്രൊജക്ഷൻ ഇല്ല. ആ രീതിയിലാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കിച്ചണിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരാത്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. ബെഡ്റൂമിൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞു തരാം. ഈ കാണുന്നത് മിറർ ഏരിയ ആണ്. പക്ഷെ പ്രധാനമായിട്ടും ബെഡ്റൂമിൽ അറിയേണ്ടത് ബെഡ് കോട്ടിനെ കുറിച്ചല്ലേ. ഇതാണ് കേട്ടോ ബെഡ് കോട്ട്. പക്ഷെ ഈ ഒരു ആംഗിൾ നിങ്ങൾ ഒരിക്കലും ബെഡ് കോട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഈ ബെഡ് കോട്ട് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിലുണ്ട് കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. ആ റൂമിന്റെ സൈസിനനുസരിച്ച് വേണമല്ലോ ചെയ്യാൻ. ഇത് പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് ആണ്, BWP. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം തട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് WPC അല്ലെങ്കിൽ PVC. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറൈൻ പ്ലൈവുഡിലേക്ക് വരാം. മറൈൻ പ്ലൈവുഡിൽ തന്നെ അടിയിൽ WPC ഒക്കെ കൊടുത്തിട്ട് ഫ്രെയിം കവർ ചെയ്ത് വെള്ളം ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെതലിനെ ഡയറക്റ്റ് വിളിച്ചു വരുത്താതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനൊരു അളവ് കണ്ടില്ലേ? 6x6 സൈസിൽ വരുന്ന ഒരു ബെഡ് കോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാൻഡിലിവർ സ്റ്റൈലിൽ ചെയ്യണം. അകത്തു നിന്ന് ക്ലീനിങ്ങിനൊക്കെ എളുപ്പത്തിന് ചൂല് കൊണ്ടൊക്കെ അടിച്ചു വരാനുള്ള സൗകര്യം. അതുപോലെ തന്നെ രാവിലെ ബെഡ്റൂമിൽ നിന്ന് ബെഡ് കോട്ടിൽ നിന്ന് എണീറ്റ് ഇറങ്ങുമ്പോൾ കാല് ബാക്കിൽ തട്ടുന്ന പ്രശ്നം, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം. ബെഡ് കോട്ടിൽ ഇങ്ങനെ തട്ടുമ്പോൾ ചെറിയ പെയിൻ ആണെങ്കിൽ രാവിലെ ഒരു പ്രശ്നമാണ്. അതുപോലെ എഡ്ജുകളിൽ വരുന്ന ഷാർപ്നെസ് അത് പല സ്ഥലത്തും ചോര കാണുന്നതിന് കാരണമാകും. ചെറിയ രീതിയിലാണെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കാണുന്ന 6x6 സൈസിലെ ബെഡ് കോട്ട് ഇതിനകത്ത് അകത്തേക്ക് പ്രൊജക്ഷൻ തള്ളിയിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്താ 10 ഇഞ്ച് കനത്തിനുള്ളിലേക്ക് തള്ളിയിട്ടാണ് ഈ ഒരു ഏരിയകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡസ്റ്റ് നിൽക്കുന്ന ഏരിയകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. അതുപോലെ ലൈറ്റ് കൊടുക്കണമെങ്കിൽ അടിയിൽ ലൈറ്റ് കൊടുക്കുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട്.
അത് കൊടുക്കണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഡ്രോവേഴ്സ് കൊടുക്കണമെങ്കിൽ ആ ഏരിയ മാത്രം പ്രൊജക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിരിക്കുന്ന പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ് കോട്ടാണ് ഇതിനെ. ശരിക്കും നമ്മൾ ഒരു ബെഡ് കോട്ട് കാണുക ഇതുപോലുള്ള ഏരിയകളാണ്. എന്തായാലും ഒരു 2-3 പ്ലൈ ഒന്നും പോരാ ഒരു ബെഡ് കോട്ട് ബോക്സിൽ സെറ്റ് ചെയ്യാൻ. നമ്മൾ പലപ്പോഴും ഒരു കട്ടിൽ വാങ്ങി ഇട്ടാൽ പോരെന്ന് ചോദിക്കും. കട്ടിൽ വാങ്ങി ഇട്ടാൽ മതി, പക്ഷെ ഇതുപോലുള്ള ബോക്സ് ആണ് ഇപ്പോൾ ട്രെൻഡ്. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അഡീഷണൽ എടുത്ത് പറയാം. കേട്ടില്ലേ, 1 ഇഞ്ച് കനം അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ കനമെങ്കിലും ഇതുപോലെ ഒരു ബീഡിങ് കൊടുക്കണം. നമ്മളെ ബെഡ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ ബെഡ് വാങ്ങുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല മാട്രസ് പല അളവിലാണ് ഇന്ന് വരുന്നത്. മാർക്കറ്റിൽ വരുന്ന മാട്രസിന്റെ അളവ് ആദ്യം നിങ്ങൾ മെഷർ ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ. ഇതിനകത്ത് നിൽക്കണം, ഇതിനകത്ത് ഒതുങ്ങി നിൽക്കണം. പിന്നെ ഒരു കാര്യം, മാട്രസ് സാഗ് ചെയ്യാനും അതുപോലെ സ്ട്രെച്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പും കൂടെ നിങ്ങൾ കണ്ടിട്ട് 1 ഇഞ്ച് കൂടെ കണ്ടിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൈറ്റ് നമുക്കറിയാം, ഈ കാണുന്നത് 20 സെന്റിമീറ്റർ 8 ഇഞ്ചാണ്. പക്ഷെ ഈ വരുന്ന വുഡിന്റെ ഫ്രെയിം ഉൾപ്പെടെയാണ് നമുക്ക് ഏകദേശം 30 ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 12 1 അടി എന്ന് പറയാം. 1 അടിയാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് സെന്റിമീറ്ററിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വരുമ്പോൾ 30 സെന്റിമീറ്റർ വന്നു. ഇനി ഇതിലേക്ക് വരുന്ന മാട്രസ് 8 ഇഞ്ച് വരും കേട്ടോ. ഈ 30-ൽ 1 ഇഞ്ച് കയറിയാണ് നിൽക്കുന്നത്. അതും എൻ്റെ പോയിന്റ് ആണ്. 30 to 8 ഇഞ്ച് കേട്ടോ. 1 അടി 8 ഇഞ്ച് അല്ലേ, 1.8. ഇവിടെയാണ് മാട്രസ് എൻഡ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് സെന്റിമീറ്റർ നോക്കുമ്പോൾ 50-ന്റെ അടുത്ത് ഒരു 1/2 മീറ്റർ നമ്മൾ ഒരാൾ വന്ന് ബെഡിലേക്ക് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഇരിക്കുന്ന ഹൈറ്റ് ആണ് 50 സെന്റിമീറ്റർ. അതിലും കുറഞ്ഞായാൽ ദാ ഇതുപോലെ ഞാൻ ഈ ബോക്സിൽ ഇരിക്കുന്നുണ്ടല്ലോ അതുപോലെ ചെരിഞ്ഞു പോകും. കൂടിയാൽ ഇതാ ഇതുപോലെ ആവും. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ബെഡ് കോട്ടിൽ തന്നെ ശ്രദ്ധിച്ച മറ്റൊരു ഭാഗമാണ് ഈ കാണുന്ന ഹെഡ് ബോർഡ് എന്നുള്ള ഭാഗം. ഹെഡ് വോൾ എന്നറിയപ്പെടുന്നത് ഈ ഒരു വോളിനെയാണ്. ഹെഡ് ബോർഡ് എന്നറിയപ്പെടുന്നത് ഈ ഒരു പോർഷനെയാണ്. ഈ ഹെഡ് പോർഷൻ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ കട്ടിൽ കണ്ട ഹൈറ്റ്, കട്ടിൽ എൻ്റെ ചെയ്യുന്ന ഹൈറ്റ് ഇതാണ്. ഓക്കെ, അതിന് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യും. ഇതുപോലെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യും. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കാം. വോളിൽ അടിക്കുമ്പോൾ ഒരിക്കലും പ്ലൈവുഡ് അടിക്കരുത് കേട്ടോ. കാരണം സ്ക്രൂ പോയി കല്ലിൽ ഹിറ്റ് ചെയ്ത് ചെതലിനെ വിളിച്ചു വരുത്തും. നേരെ നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ഹൈറ്റ് 90 3 ഫീറ്റാണ് കൊടുത്തത്. 90 സെന്റിമീറ്റർ അല്ലെങ്കിൽ 93 ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം. ഓക്കെ, 36 ഇഞ്ച് 3 ഫീറ്റ് തന്നെയാണ്. ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ബെഡ് കോട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 8 ഇഞ്ച് ബെഡ് കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 50 തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. 50 നോക്കാം നമുക്ക്. ഈ ഒരു 50 ഇവിടെയാണ് കറക്റ്റ് മാട്രസ് എൻഡ് ചെയ്യുന്നത്. കണ്ടില്ലേ 50. അതിന്ന് ഇത് കയറി നിൽക്കും. ഓക്കെ, പക്ഷെ നമ്മളെ പില്ലോകളോ, ഇന്ന് വരുന്ന പില്ലോകളൊക്കെ ഹൈറ്റ് കൂടിയ പില്ലോകളല്ലേ, അപ്പൊ ഇങ്ങോട്ട് കയറി നിൽക്കും. അപ്പൊ നമുക്ക് ഇത്ര പോരാ, കുറച്ചും കൂടെ ഹൈറ്റ് വേണം. ആ ഒരു സമയത്താണ് തോന്നുക. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഹൈറ്റ് എപ്പോഴും ഇതേപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള ബെഡ് കോട്ട് ചെയ്യുമ്പോൾ ഒരു മിനിമം 110 വേണം, അല്ലെങ്കിൽ 120 ഹൈറ്റ് വേണം. എങ്കിലേ ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള വിൻഡോകളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസും കൂടെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ. ഇങ്ങനെയാണ് ഇതുപോലുള്ള ബെഡ്റൂമിൽ മിനിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഡിസൈൻ വൈസ് നേരെ ഒന്ന് ബെഡ്റൂമിലേക്ക് കയറുന്ന രീതിയിൽ ഒന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്യും. ആ ഡോറ് കണ്ടില്ലേ, ഡോർ എവിടെയാണ് വരുന്നത്, അതുപോലെ ഡോറിൽ നിന്ന് നേരെ കാണുന്ന രീതിയിലാവരുത്. നേരെ ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യരുത്. നേരെ ഈ ഒരു ആംഗിളിൽ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ റൂമിന്റെ സൈസ് ഒരു കോംപ്ലിക്കേറ്റഡ് ഘടകമാണ്. സെന്ററിലാണ് ഇന്നത്തെ കാലത്ത് ബെഡ് കോട്ട് പ്ലേസ് ചെയ്യുക. അപ്പൊ അതൊന്ന് ഈ ഒരു ഭാഗത്ത് കൂടെ നടക്കാൻ ഗ്യാപ്പ് വേണം, ഈ സൈഡിലേക്കും വേണം. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് റൂമിന്റെ സൈസിനനുസരിച്ചാണ് കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് മിറർ ഫുൾ ഹൈറ്റിൽ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ലൈറ്റൊക്കെ ഉള്ളിൽ കൊടുത്തൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്കയാണ്, ലാമിനേറ്റ്സ് ആണ്. അതുപോലെ തന്നെ PVC ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ കൊടുത്ത ലൂവറാണിത്. പല ടൈപ്പ് ലൂവറുകൾ നമ്മൾ പരിചയപ്പെടുത്തി. WPC ലൂവർ തന്നെയാണ് ഇതും കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വാർഡ്രോബ് ഉണ്ട് കേട്ടോ. വാർഡ്രോബ് ഈ സൈഡിൽ വരുന്നുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നുണ്ട്. ഒരു വുഡൻ ബീഡിങ് വിൻഡോക്ക് ചുറ്റും കൊടുക്കുക. എന്തിനാണ് കൊടുക്കുന്നത്? ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ കർട്ടനെ ഹൈഡ് ചെയ്യാനും ഒരു ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ഫീൽ കിട്ടുമല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ്.
രണ്ടാമത്തെ ബെഡ്റൂമിൽ വർക്ക് നടക്കുന്ന സൈറ്റിലാട്ടോ. വർക്ക് നടക്കുന്നിടത്തേ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രക്ക് ഒരു ഫിനിഷിംഗ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ പറ്റില്ലല്ലോ. ഈ ഏരിയയിൽ ഹെഡ് വോളിൽ ബിൽറ്റ് ഇൻ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെയൊക്കെ മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ബോർഡ് WPC പറ്റുള്ളൂ, ചെതൽ പിടിക്കാതെ. ഇവിടെയൊക്കെ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സെയിം കട്ടിൽ ബെഡ് കോട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലർക്കും തോന്നുന്നത് ഒരു എന്തുകൊണ്ട് നമ്മൾ മറൈൻ പ്ലൈവുഡിൽ ഇത് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ WPC യൂസ് ചെയ്തില്ല എന്ന്. WPC നമുക്കറിയാം സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. WPCയിലേക്ക് വരുമ്പോൾ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും, PVCയിലേക്ക് വരുമ്പോൾ അതിലും കുറയും, ഇതുപോലുള്ള പ്ലൈയിലേക്ക് വരുമ്പോൾ അതിലും കുറയും. എല്ലാം ബ്രാൻഡിനും ക്വാളിറ്റിക്കും അനുസരിച്ച് നല്ല മാറ്റങ്ങളുണ്ട്. നല്ലൊരു വാർഡ്രോബ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതുപോലുള്ള യൂണിറ്റുകളാട്ടോ. സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്ലൈഡിങ് കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള വാർഡ്രോബ്. ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മൂവിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അകത്ത് വന്നിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, ഫെറോ സിമെന്റിലാട്ടോ. ഫെറോ സിമെന്റ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു, അഡ്വാൻറ്റേജ് ചെയ്തിരുന്നു. അതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഇതുപോലുള്ള വർക്കുകൾ ഡോറൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. കറക്റ്റ് അല്ലെങ്കിൽ വളവുണ്ടെങ്കിൽ ചെരിവുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. കണ്ടില്ലേ ഈ ഒരു ഗ്യാപ്പ്, അത് നമ്മൾ ഈ ഒരു പാനലുകൾ കറക്റ്റ് അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതുപോലെ യൂണിറ്റുകളുടെ ഡെപ്ത്, നമ്മൾ എക്സ്ട്രാ ആക്സസറി വാങ്ങി വെക്കാൻ ഇതിൽ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് വർക്ക് നടക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് മെഷർമെന്റിൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ബോക്സുകൾ കൊടുക്കരുത്. ഡ്രോവേഴ്സ് ഒക്കെ നമുക്ക് ഈ PVC ബോർഡിലും മൾട്ടിബോർഡിലൊക്കെ അടിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഡോറുകൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ പ്രൊജക്ഷൻ ഒന്ന് ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തേ. കേട്ടില്ലേ, ഇതാണ് നമ്മളെ ഒറിജിനൽ വാള് ഏതിലുണ്ടാക്കിയ നമ്മളെ ഫെറോ സിമെന്റില്. പക്ഷെ എക്സ്ട്രാ ഇതുപോലെ WPCയിൽ എക്സ്ട്രാ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വാള് ഇവര് നിർമ്മിച്ചില്ലെങ്കിലും ഇതിൽ നിർമ്മിക്കാൻ മതിയായിരുന്നു. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ഫെറോ സിമെന്റ് ഉപയോഗിക്കുമ്പോൾ അഡീഷണൽ എക്സ്പെൻസ് വരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലുള്ള ഫ്രെയിം ഏറെ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇതിൽ സ്ലൈഡിങ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഇതിൻ്റെ സ്ലൈഡർ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് പ്രൊജക്ഷൻ വേണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ സൈഡിൽ നിന്ന് പ്രൊജക്ഷനുള്ള വാൾസ് ആണ് ചെയ്തെങ്കിൽ ആ പ്രശ്നമല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്റീരിയറിൽ. ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയർ ഏത് മെറ്റീരിയൽ ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ സംശയം ഇപ്പോഴും ഉണ്ടാവും. നമ്മളിവിടെ പരിചയപ്പെടുത്തി ഈ വീട്ടിൽ ചെയ്ത എല്ലാ മെറ്റീരിയലും യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ആപ്റ്റ് ആകുന്ന സ്ഥലങ്ങളിലാട്ടോ. ഏറ്റവും കൂടുതൽ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചിരുന്ന പ്ലൈവുഡ്, ഇത് ഗർജൻ പ്ലൈവുഡ് ആണ്. അത് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള PVC ബോർഡ്, നിങ്ങൾ മൾട്ടിവുഡ് എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഒരു വൈറ്റ്നെസ് കണ്ടില്ലേ, ഈ രീതിയിലാണ് വരിക കേട്ടോ. ഇത് പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. നമുക്കിതാ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നല്ല ഡെൻസിറ്റിയുള്ള ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 3 ലെയർ ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടില്ലേ, 3 ലെയർ മെറ്റീരിയൽ. ഇതായത് സെൻറ്ററിൽ ഈ മൾട്ടിവുഡ് വരും, 2 സൈഡിൽ അതുപോലെ ഫിനിഷുള്ള ബോർഡ് വരും. ഇനി അതല്ല, ഈ കാണുന്ന WPC മെറ്റീരിയൽ. ഇങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്, ക്വാളിറ്റിയിൽ ലഭ്യമാണ്. അപ്പോൾ ഏതാ ക്വാളിറ്റി എന്ന് വെച്ചാൽ എല്ലാത്തിലും ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനെ പോക്കറ്റ് കാലിയാകാതെ നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവ് നമ്മുടെ പേജിലുണ്ട്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ ഈ ഒരു യൂണിറ്റായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കാണാം. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂടെ തന്നെ വരുമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.